മോനെയും കൊണ്ട് കടന്നുപോയ വഴികളൊന്നും അത്ര സുഖകരമായിരുന്നില്ല. എന്നാലും ഇപ്പോൾ അവൻ്റെ ജീവിതം എളുപ്പമായപ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷമാണ്. ആ വഴിയിലുള്ള യാത്രയാണ് ഞാനിവിടെ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ആദ്യത്തെ കൺമണിയാണിവൻ. ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു ഒന്ന് ഉപ്പ ഉമ്മ ഒന്ന് വിളിച്ചു കേൾക്കാൻ. ഈ 27 വയസ്സിലും ഇതുവരെ അതുണ്ടായില്ല. അവനെവിടെയും കൊണ്ടുപോകാനും കൂടി പറ്റൂലായിരുന്നു. എല്ലാം വലിച്ചിട്ടിട്ടും ഇടങ്ങാറാക്കിയും കൊണ്ടും ഒക്കെ ഇരിക്കും. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഇവന് 10 മാസമായപ്പോഴാണ് ഞാൻ ഗൾഫിലേക്ക് പോയത്. 98-ൽ മദ്രാസ് എയർപോർട്ടിൽ നിന്നാണ് പോയത്. 10 മണിക്കൂർ അന്ന് ഫ്ലൈറ്റ് ഡിലേ ആയി. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് കയറി എന്നാണ് എൻ്റെ ഓർമ്മ. കയറിയിട്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടു. എന്തോ ഒരു പ്രശ്നമാണെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു വലിയൊരു ഹോട്ടലിലേക്കാണ് കൊണ്ടുപോയത്. ഒരു പരിചയമില്ലാത്ത ആൾക്കാർ, എൻ്റെയും ചെറിയ പ്രായം, മോനാണെങ്കിൽ ചെറിയ കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവനിക്ക് പാമ്പേഴ്സ് മാറ്റാൻ അതുമില്ല, ഡ്രസ്സും ഇല്ല. എന്തേ ഞാൻ അങ്ങനെയൊക്കെ പോയെന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നത്, ഞാൻ വിചാരിച്ചു ഇനി ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഈ പൈസയൊന്നും ഉപകാരം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എൻ്റെ കൂടെ വന്ന ഉമ്മാൻ്റെ അടുത്തൊക്കെ കൊടുത്തു വിട്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഒരു ബിസ്ക്കറ്റ് പോലും മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് നോക്കുമ്പോൾ കുട്ടിയാണെങ്കിലോ കരച്ചിലോട് കരച്ചിൽ. എന്തിനാ കരയുന്നതെന്ന് നമുക്കൊന്നും അറിയണമില്ല. സഹായത്തിന് ആരെ വിളിക്കാനും അറിയണില്ല. വലിയൊരു ഹോട്ടലിൽ മുകളിലത്തെ റൂമിലാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. എന്നിട്ട് ഇവനിക്ക് ഫുഡിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നു. അതിൻ്റെ എനിക്കൊരു കൂട്ടുകാരിന് എൻ്റെ റൂമിൽ ഒരാളെയും കൂടി അവർ തന്നിരുന്നു. ആ കുട്ടിയുടെ പേര് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നസീമ എന്നാണ്. അവൾ ഞാനും പാടെ മോനെ എടുത്തിട്ട് ഈ പടി ഇറങ്ങി വന്നിട്ട് ഭക്ഷണത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഒക്കെ അങ്ങനെ ഒന്നിനും ഒരു ശരിയായ ഒരു മറുപടി ഒന്നും തരില്ല. പിന്നെ അവസാനം സാദാ ചോറും ചൂടുവെള്ളമൊക്കെ വാങ്ങി അതിൽ ഒരു പാത്രത്തിലൊക്കെ ഇട്ട് എങ്ങനെയൊക്കെയോ അതും എടുത്തിട്ട് ഞങ്ങൾ റൂമിലേക്ക് മുകളിൽ കയറി വന്ന് അവനതൊക്കെ കൊടുത്ത് ഒന്ന് സമാധാനപ്പെട്ട്. ഞങ്ങൾ ഹോട്ടലിൻ്റെ സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോൾ അന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ സ്വിമ്മിങ് പൂളൊക്കെ കാണുന്നത്. ഞാനും അതെ, ആ കുട്ടിയും അതെ. എന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ കുറേ നേരം നോക്കിക്കും. കുട്ടിയുടെ കരച്ചിലിനൊക്കെ ഒരു ശമനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഏതോ ഒരു മായാലോകത്തെത്തിയമായിരുന്നു അവന്. കാരണം മദ്രാസാണ്. ഞങ്ങളത്തെ ഡ്രസ്സൊക്കെ കുട്ടിയുടെ ഡ്രസ്സും എല്ലാതും ലഗേജിലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് ഇതേമാതിരി എന്തൊക്കെയോ ചെയ്ത് ഏതായാലും ഒന്നിങ്ങനെ മോനൊന്ന് ഓക്കെ ആയി വന്ന്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് റൂം കണ്ടുപിടിക്കാൻ കുറേ സമയമെടുത്തു. ഞങ്ങളിങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറി ഓരോ സ്ഥലം എന്താ വെച്ചാൽ ഇന്നത്തെ ബുദ്ധിയില്ല. ഏതോ ഒരു നാട് പെട്ടെന്ന് നമ്മൾ പാനിക്കായിപ്പോയി. പിന്നെ കണ്ടുപിടിച്ച് അവിടെ എത്തി. ഉറങ്ങാനൊന്നും നേരമില്ല. അപ്പത്തേനും ഫ്ലൈറ്റ് വന്ന് ഞങ്ങൾ തിരിച്ചിങ്ങോട്ടേക്ക് പോന്നു. ആ സമയത്ത് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയാണ്. നമുക്ക് രണ്ടുപേർക്കും ഒരു റൂമിൽ നിൽക്കാം എന്നൊക്കെ പറഞ്ഞു. ഭർത്താവ് വന്നപ്പോൾ 36 വേഗം അവരെ കൂടെ പോയി. ഞാൻ വേഗം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും വന്നു. മോനും ഉപ്പയും പാടെ തമ്മിൽ കണ്ടപ്പോൾ ഒരു രസമുണ്ടായി. അത് നാളെ പറയാം കേട്ടോ.